തൃശൂർ പൂരം വെടിക്കെട്ട് പ്രതിസന്ധിക്കിടെ വെടിമരുന്ന് പൂജയുമായി തിരുവമ്പാടി ദേവസ്വം വെടിക്കെട്ടിന് അനുമതി ലഭിച്ചില്ലെങ്കിലും കരിമരുന്ന് സാമഗ്രികളുടെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. ഇതിനു മുന്നോടിയായി വടക്കുംനാഥ ക്ഷേത്രത്തിലെ ദേവസ്വം പ്രതിനിധികൾ പ്രത്യേക പൂജ നടത്തി. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനാണ് നമുക്കൊപ്പം ചേരുന്നത്. ലെവിൻ, വെടിക്കെട്ടിന് അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ് അല്ലെ ഈ പൂജ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുന്നത്? ബിനിൽ, അത്തരത്തിൽ തന്നെയാണ്. ജില്ലാ ഭരണകൂടമാണ് അന്തിമമായി വെടിക്കെട്ടിന് അനുമതി നൽകേണ്ടത്. പക്ഷേ ഒട്ടേറെ സാങ്കേതിക തടസ്സങ്ങൾ ഇക്കാര്യത്തിലുണ്ട് എന്ന് നമുക്കറിയാം. പെസോ നിയമ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കെ വെടിക്കെട്ടിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ ഇനിയും ജില്ലാ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി 2 ദേവസ്വങ്ങളും ജില്ലാ ഭരണകൂടത്തിന് തൃശ്ശൂർ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് അനുമതി തേടി അപേക്ഷ നൽകിയിട്ടുള്ളതാണ്. പക്ഷേ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിനായി വിട്ടിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. ഇക്കാര്യത്തിൽ മറ്റു കാര്യങ്ങൾ അത്തരത്തിൽ സാങ്കേതിക തടസ്സങ്ങൾ ഒട്ടേറെ നിലനിൽക്കെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം പെസോ നിയമ ഭേദഗതി സാധ്യമാവില്ല, അപകടങ്ങളടക്കം നിലനിൽക്കുന്നു എന്നുള്ള അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണങ്ങൾ കൂടി നടത്തുമ്പോൾ ഏറെ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണ് തൃശ്ശൂർ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതിനിടയിലാണ് തിരുവമ്പാടി ദേവസ്വം തങ്ങളുടെ വെടിക്കെട്ട് പൂജ നടത്തുന്നത്. കാലങ്ങളായി നടത്തിവരുന്ന പൂജയാണ്. പക്ഷേ ഇത്തവണ അത് പ്രാധാന്യമേറുന്നത് ഈ അനുമതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് ദേവസ്വം കടക്കുന്നു എന്നുള്ളതാണ്. തൃശ്ശൂർ മുണ്ടത്തിക്കോട്ടിലെ സ്വകാര്യ ദേവസ്വത്തിൻ്റെ ഭൂമിയിലാണ് ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാധന സാമഗ്രികളുടെ നിർമ്മാണം നടത്തുന്നത്. അതിന് മുന്നോടിയായി വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിലെത്തി വെടിമരുന്ന് പ്രത്യേകമായി അവിടെ കത്തിച്ച് പൂജിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലൊരു ആചാരമായി ഇവർ പറഞ്ഞു വരുന്നത്. അതിൻ്റെ ഭാഗമായി വർഷങ്ങളായി നടക്കുന്നുണ്ടെങ്കിലും ഇന്നത് തുടരുകയും ചെയ്തു. ഇതിനിടയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർക്കെതിരെ തിരുവമ്പാടി ദേവസ്വവും വിമർശനം ഉന്നയിക്കുക കൂടി ചെയ്തു. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി പി ശശിധരൻ, ജോയിന്റ് സെക്രട്ടറി പി ശശിധരനാണ് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ് ഇത്തരം തടസ്സങ്ങൾ നീക്കേണ്ടത്. സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. മാത്രമല്ല തൃശ്ശൂർ പൂരം ലോക ഭൂപടത്തിൽ ഇടം പിടിച്ച ഒരു ഫെസ്റ്റിവൽ എന്നുള്ള നിലയിൽ അതിനുള്ള ഇളവുകൾ അനുവദിക്കേണ്ടതും ജനപ്രതിനിധികളുടെയും സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമാണ്. ഇത്തരം ഇളവുകൾ അനുവദിക്കാൻ തയ്യാറാകണമെന്നുള്ളൊരു ആവശ്യവും തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. നിയമങ്ങളിൽ മാറ്റം കൊണ്ടുവരേണ്ടത് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ്. നിയമങ്ങൾ പാലിച്ച് ആണ് ഇതുവരെ തൃശ്ശൂർ പൂരം നടന്നിട്ടുള്ളത്. വെടിക്കെട്ട് അപകടങ്ങൾ പോലുള്ള സംഭവങ്ങളൊന്നും തൃശ്ശൂർ പൂരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് നിലവിലെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതോടൊപ്പം തന്നെ സാമ്പിളുകൾ അനുസരിച്ചുകൊണ്ട് വെടിമരുന്നുകൾ പരിശോധിച്ച് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ള ഒരു വെടിക്കെട്ട് തൃശ്ശൂർ പൂരത്തിൽ മാത്രമാണ് നടക്കുന്നത്. ഇതെല്ലാം അറിയാവുന്ന ന്യായവാദങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും തിരുവമ്പാടി ദേവസ്വം ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കരിമരുന്ന് സാധനങ്ങളുടെ നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള പ്രത്യേക പൂജ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആചാരപ്രകാരം നടത്തിയിരിക്കുകയാണ്.